അല്ലെങ്കിൽ ക്രിറ്റിസിസം കേട്ട് വളർന്നൊരു കുട്ടിയാണ് ഞാൻ. ഇപ്പോൾ ഞാൻ സ്റ്റാർ സിംഗറിൽ വന്ന സമയമാണെങ്കിലും എൻ്റെ ഇംഗ്ലീഷ് ആണെങ്കിലും എൻ്റെ കെട്ടിപ്പിടുത്തമാണെങ്കിലും ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന രീതി ആയാലും ഞാൻ പാർട്ടി ചെയ്യുന്നതായാലും ഞാൻ കുടിക്കുന്നതായാലും എന്തായാലും അതിനെ ഭയങ്കര നെഗറ്റീവ്ലി ആണ് ആ ഒരു സമയത്ത്. ഒരു വർഷമായിട്ട് ബിക്കോസ് ഞാൻ ഇത്രയും ഒരു ഇംഗ്ലീഷ് ചൊവ്വയോടെ വന്നുകൊണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ ജോലി ആ മര്യാദയ്ക്ക് ചെയ്യും എന്നൊരു ഇത് മാത്രമേ എനിക്ക് കൺസിഡറേഷൻ മാത്രമേ എനിക്ക് പണ്ടും കിട്ടിയിട്ടുള്ളൂ. സോ ഞാൻ സീസൺ 1 അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ബാക്കിയുള്ള എപ്പിസോഡ്സ് കണ്ടത്. ബിക്കോസ് അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ. അതിനുശേഷം ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ മലയാളമാണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും ഞാൻ ഒരിക്കലും കാണില്ല എന്ന് തീരുമാനിച്ചൊരു ഷോ ആണ്. ബിക്കോസ് അത്രയും ട്രോമാറ്റിക് ആണ്. അതൊരു വേറൊരു വേൾഡാണ്. പണ്ട് കുറേ കാണുന്ന ഒരാളായിരുന്നു, ഇംഗ്ലീഷിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷേ എൻ്റെ സീസൺ കഴിഞ്ഞ് ഞാനത് നിർത്തി. പിന്നെ വീണ്ടും കണ്ടു തുടങ്ങിയത് ബിഗ് ബോസ് സീസൺ 6 ജോൺ മോനി വന്നതുകൊണ്ട് മാത്രം. വെറും എപ്പിസോഡ് കാണൽ മാത്രമല്ല, 24/7 ഞാൻ കാണാൻ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നമുക്ക് ചെയ്തല്ലേ പറ്റൂ. ബിക്കോസ് എനിക്കറിയാം ആ വീട്ടിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. സോ ഐ വാച്ച്ഡ് ഇറ്റ്. ഇപ്പോഴും അതിൽ അഡിക്റ്റഡ് ആയി ട്രാപ്ഡ് ആയിട്ടിരിക്കുകയാണ് ഞാൻ. പെട്ടുപോയി. ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോൻ്റെ ഒരു ഫോമാറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ കുറച്ച് നാൾ കണ്ടു കഴിഞ്ഞ് ബേസിക്കലി മറ്റൊരാളുടെ വീട്ടിലേക്കുള്ള എത്തി നോട്ടമാണല്ലോ. അപ്പം നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്, നമുക്ക് അപ്പുറത്ത് നടക്കുന്ന കാര്യമൊക്കെ അറിയാനൊരു താല്പര്യമുണ്ട്. അപ്പം നമ്മളൊന്ന് ആദ്യത്തെ കുറച്ചാഴ്ച കണ്ടു കഴിഞ്ഞാൽ ട്രാപ്ഡ് ആയി പോകും. അപ്പം ഞാൻ പെട്ട് കിടക്കുകയാണ്. ഈ രഞ്ജിനി ഹരിദാസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഈ ബിഗ് ബോസിൽ വന്നതോടുകൂടി അതിൻ്റെ ഒരു ഹൈപ്പ് ഏറ്റവും കൂടുകയുണ്ടായി. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ഒരു ഷൗട്ട്നെസ്സും ആ ഒരു ഇംഗ്ലീഷ് പറയുന്ന ഒരു രീതിയൊക്കെ മലയാളികൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതിനുശേഷം ബിഗ് ബോസിൻ്റെ ശേഷം ഉണ്ടായിരുന്ന ഒരു ലൈഫിൽ ഈ ഒരു ഫാൻ ബേസ് നിലനിർത്താൻ പറ്റിയായിരുന്നു? എനിക്ക് അങ്ങനത്തെ ഒന്നും, ഞാൻ ഈ ഫാൻസും അങ്ങനെ ഒന്നും ഞാൻ പണ്ടും അങ്ങനെ അത് ഫോളോ ചെയ്തിട്ട് പറ്റില്ല. ബിക്കോസ് കുറേ എന്താ ഓപ്പോസിഷൻ അല്ലെങ്കിൽ ക്രിറ്റിസിസം കേട്ട് വളർന്നൊരു കുട്ടിയാണ് ഞാൻ. ഇപ്പോൾ ഞാൻ സ്റ്റാർ സിംഗറിൽ വന്ന സമയമാണെങ്കിലും എൻ്റെ ഇംഗ്ലീഷ് ആണെങ്കിലും എൻ്റെ കെട്ടിപ്പിടുത്തമാണെങ്കിലും ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന രീതി ആയാലും ഞാൻ പാർട്ടി ചെയ്യുന്നതായാലും ഞാൻ കുടിക്കുന്നതായാലും എന്തായാലും അതിനെ ഭയങ്കര നെഗറ്റീവ്ലി ആണ് ആ ഒരു സമയത്ത് ആൾക്കാർ. എത്ര വർഷമായിട്ട് ബിക്കോസ് ഞാൻ ഇത്രയും ഒരു ഇംഗ്ലീഷ് ചൊവ്വയോടെ വന്നുകൊണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ ജോലി ആ മര്യാദയ്ക്ക് ചെയ്യും എന്നൊരു ഇത് മാത്രമേ എനിക്ക് കൺസിഡറേഷൻ മാത്രമേ എനിക്ക് പണ്ടും കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ചോയ്സസും ഒക്കെ ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവും. ഇന്ന് ആൾക്കാർ കൂടുതലുമുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു എന്നെ ഇഷ്ടപ്പെടാൻ കാരണം അവർക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലായി. ബിക്കോസ് ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കാശുണ്ടാക്കുമ്പോൾ, സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുമ്പോൾ, സ്വന്തമായിട്ട് വണ്ടി വാങ്ങിക്കുമ്പോൾ, സ്വന്തമായിട്ട് ലോകം കാണാൻ പോകുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്, ഒരു ഫ്രീഡം ഉണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു വാക്കിന് ഭയങ്കര പവറാണ്. അതിനു വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. സോ അത് ചെറിയ പ്രായത്തിൽ നേടിയെടുത്ത ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ യുവതലമുറ കഴിഞ്ഞ ഒരു 10 വർഷത്തിലുള്ള ആൾക്കാർക്ക് എന്നെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് അവർ തിരിച്ചു വന്ന് പറയുന്നുണ്ട്, അന്ന് ഞാൻ കുറേ തെറി വിളിച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ ബിഗ് ബോസ് എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ഗ്യാങ്ങിൻ്റെ ബിഗ് ബോസിൻ്റെ സീസണിൽ ഉണ്ടായിരുന്നപ്പോൾ ഗ്യാങ്ങിൻ്റെ വളരെയധികം നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സായിരുന്നു. എൻ്റെ ഒരു ടൈമിലെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ബിക്കോസ് ഇത് ഞാൻ വീട്ടിനകത്തുണ്ടായിരുന്നില്ല. എനിക്ക് ജോനൊക്കെ പറയുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കണ്ട ഒരു സംഭവം കാണുമ്പോൾ നമ്മളൊരു സിനിമ കാണുന്ന പോലെ അങ്ങ് കണ്ടുപോകണം. ഇതിൽ കൂടുതൽ ഞാൻ പോയിരുന്ന് BB സീസൺ 6 അഭിപ്രായം പറഞ്ഞാൽ അത് ശരിയല്ല. ബിക്കോസ് ലൈവ് ആണെങ്കിൽ പോലും 24/7 ആണെങ്കിൽ പോലും 60 ക്യാമറകൾ ലൈവായിട്ട് 60 ആയിരിക്കണം, 60 ക്യാമറ ലൈവായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ ലൈവ് എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാമറയും നമ്മൾ കാണുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു ക്യാമറയുടെ ഒരു സ്ട്രീം, പിന്നെ അവർ കട്ട് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ക്യാമറയുടെ മറ്റു സ്ട്രീം. അപ്പം നമ്മൾ അവിടെ നടക്കുന്ന എല്ലാം കാണുന്നില്ല. അവിടെ നടക്കുന്ന ഒരു 1/60 കാണുന്നുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പം നമുക്ക് സത്യാവസ്ഥ അറിയില്ല. ഞാനവിടെ താമസിച്ചിരുന്ന സമയത്ത് ഐ വാസ് ലക്കി ദാറ്റ് നമ്മൾ കുറച്ചുകൂടെ അറിയാവുന്ന ആൾക്കാരാണ്, കുറച്ചുകൂടെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഓൾറെഡി സാബു ആണെങ്കിലും പേർലി ആണെങ്കിലും അർച്ചനയാണെങ്കിലും ശ്വേത ആണെങ്കിലും 99% ആൾക്കാർ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി വർക്ക് ചെയ്ത് സെറ്റിൽഡ് ആയ ആൾക്കാരായിരുന്നു. അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉള്ള ആൾക്കാർ കൂടുതലും ഐ തിങ്ക് സോഷ്യൽ മീഡിയ, കുറച്ചുകൂടെ കോമണേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, വേറെ ടൈപ്പ് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ അവരുടെ സ്റ്റോറീസ് വേറെ ആയിരിക്കും. ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു വാക്ക് ഭയങ്കര ഇപ്പോൾ എനിക്ക് ജോൺ കുറേ ക്ലാസ്സിനെ കുറിച്ച് അതിനകത്ത് സംസാരിച്ചു. ക്ലാസ്സും ക്വാളിറ്റിയും ഒക്കെ പറയാൻ നമ്മൾ ആരാണ്? നമ്മളുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ക്ലാസ്സും ക്വാളിറ്റിയും ഒക്കെ നമുക്ക് നൽകുന്നത്. ഞാൻ വളരെ സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരാളാണ്. പക്ഷെ എന്നെ കണ്ടാലോ എന്താ പറയുക അല്ലേ? എന്നെ കണ്ടാൽ ഭയങ്കര അതാണ്. എന്നെ കണ്ടാൽ ഞാൻ ഇങ്ങനെ ഹാഷ് പൂഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഞാൻ എനിക്ക് ഇങ്ങനെ ഇതൊന്നും ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ ലുക്കും ഡ്രസ്സിങ്ങും ഇടപെടുന്ന രീതിയും കണ്ടിട്ട് ആൾക്കാർ എന്നെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ജനിച്ചത് സാധാരണ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലാണ്. അപ്പം ഞാൻ ഈ സോ കോൾഡ് നിങ്ങൾ പറയുന്ന ഈ ക്വാളിറ്റിയോ ക്ലാസ്സോ അത് എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന
ഒരു രീതിയാണ്. അതിൽ ഈ ക്ലാസ്സും ക്വാളിറ്റിയൊന്നുമില്ല. പക്ഷേ ഈ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വളർന്നു വരുമ്പോഴാണ് അവരോരോ രീതിയിലും ബിഹേവ് ചെയ്യുന്നത്. സോ ഇവിടെ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇത്തവണ വന്നിരിക്കുന്നതും എല്ലാ തവണയും വരുന്നത് അവരുടേതായ സാഹചര്യങ്ങളിൽ നിന്നും വരികയാണ്. പക്ഷേ ഇത്രയും പേര് ഒരുമിച്ച് വന്ന ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും. സോ അതിൽ ഈ ക്വാളിറ്റി ക്ലാസ് എന്നൊക്കെ പറയുമ്പം നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. പക്ഷേ എനിക്കൊട്ടും ഇഷ്ടമുള്ള വാക്കുകളാണ്. ബിക്കോസ് ഇതിനകത്ത് പറയാനുള്ള വിമർശനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ലാലേട്ടനും നല്ല രീതിയിൽ വിമർശനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. റോക്കി മർദ്ദിച്ച കേസാണെങ്കിൽ പോലും പല രീതിയിൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ലാലേട്ടൻ ഇതൊക്കെ മോണിറ്റർ ചെയ്യാതെയാണ് വരുന്നതെന്ന് തോന്നിയിട്ടുണ്ട് ഈ ഒരു സീസണിൽ. ലാലേട്ടനെ കുറിച്ച് ലൈക്ക് ഐ സെഡ് അതൊരു ഷോ ആണ്. അദ്ദേഹം അതിൻ്റെ ആങ്കറാണ്. ഡെഫിനറ്റ്ലി അദ്ദേഹം എല്ലാം പഠിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ആ ഷോൻ്റെ പോകുന്നൊരു രീതിയുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ആ വീട്ടിൽ ഇത്രയും പേര് നിൽക്കുമ്പം അതിന് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ആളുണ്ടല്ലോ, അതിലൊരു ടീമുണ്ടല്ലോ, അത് കൺട്രോൾ ചെയ്യുന്നുണ്ട് അവരെ. ആ ഒരു ഗെയിം പോകുന്നത് ബിഗ് ബോസിൻ്റെയും ആ ടീമിൻ്റെയും അനുസരിച്ചാണ്. അവർ ഇതിനൊരു നാരറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഒരു ലവ് സ്റ്റോറി കൂടുതൽ കാണിക്കുന്നത്? എല്ലാ സീസണും അവർക്ക് വേണം ഒരു പ്രേമം. എന്തിനാണ് ആലോചിച്ചിട്ടുണ്ടോ? ബിക്കോസ് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. പ്രേക്ഷകർക്ക് പ്രേമം കാണാനും ഇഷ്ടമാണ്, പ്രേമത്തിൽ അടി കാണാനും ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് കരച്ചിലും അടിയും കൂടുതൽ ഇഷ്ടം? ഒരു ഇൻ്റലിജൻറ്റ് കോൺവെർസേഷൻ, ഞാനും മോനും ഇരുന്ന് നല്ല ലോകത്തിൻ്റെ ഭയങ്കര സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണത്? അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ആ കണ്ടന്റും അങ്ങനെ ആക്കുന്നത്. എന്തുകൊണ്ടാണ് മലയാളം ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ സീരിയൽസ് ആൾക്കാർ കാണുന്നത്? അവർക്കത് കാണണം. അവർക്ക് ഈ അടിയിടി വേളം, അമ്മയമ്മ, കൊച്ച്, കല്യാണം, 2 വർഷത്തെ പ്രഗ്നൻസി, അതൊക്കെ കാണണം അവർക്ക്. അതുകൊണ്ട് അങ്ങനത്തെ കണ്ടന്റ് എന്താണോ പ്രേക്ഷകർക്ക് വേണ്ടത് അത് നൽകുക എന്നതാണ് ഒരു TV ഷോവിൻ്റെയും TV ചാനലിൻ്റെയും ഉദ്ദേശം. ബിഗ് ബോസും അത് തന്നെയാണ്. ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് പുറത്തേക്ക് പോയത്. ജാൻമണിയുടെ പലപ്പോഴും ഇപ്പോൾ ഒരു ഗബ്രിക്കായിട്ട് ഷൗട്ട് ചെയ്യണ ഒരു രംഗമൊക്കെ ഉണ്ട്. അതിനുശേഷം ഗബ്രിയായിട്ട് ഇരുന്ന് ചോറ് കഴിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ രംഗമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഈ ബിഗ് ബോസ് ഒക്കെ ഈ നെഗറ്റീവ് ഷെയ്ഡ് മാത്രം പുറത്തേക്ക് വിടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴും. അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അനുഭവത്തിൽ ഞാനൊക്കെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്ന ആളാണ്. ഞാനും കുറേ ഒച്ച വെച്ചിട്ടുണ്ടോ വീട്ടിൽ. പക്ഷേ ഞാൻ വന്നത് നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ എനിക്കറിയില്ല, നിങ്ങൾ പറയണം. രണ്ടും ഉണ്ടായിരുന്നു. അപ്പം അത് അവർ കൊണ്ടുവരുന്നൊരു നാരറ്റീവാണ്. അതിൽ ഞാനവിടെ ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല അധികം ആ വീട്ടിൽ. പക്ഷേ ഞാനവിടെ ഞാനും സാബുവും കുറേ സംസാരിച്ചിട്ടുണ്ട്. ആ കോൺവെർസേഷൻ ഒന്നും ഇട്ടിട്ട് പോലുമില്ല. അത് അവർ കൊണ്ടുവരുന്നൊരു നാരറ്റീവാണ്. അപ്പം ജാൻമുനി ഈ ഹിന്ദി സംസാരിക്കുന്ന ചെയ്യുന്ന ആ സാധനം കുറേ എടുത്ത് കാണിക്കും. ഇപ്പം മറ്റേ ഒരു റൊമാൻസ് ആംഗിൾ കാണിക്കുകയാണെങ്കിൽ അത് മാത്രം കാണിക്കും. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ തലയിലെഴുത്ത്.